നമ്മളിപ്പോൾ മനുഷ്യരിലെ പ്രത്യുത്പാദനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ റിപ്രൊഡക്ഷൻ ഹ്യൂമൻ ബീയിങ്സ്, മെയിൽ റിപ്രൊഡക്ഷൻ ഓർഗൻസ് ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്ഷൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഇതിനെക്കുറിച്ച് മനുഷ്യരിലെ പ്രത്യുത്പാദനം എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റിപ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴേക്കും മനുഷ്യ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുമ്പോഴേക്കും രണ്ട് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഈ ഓർഗൻസിൽ നിന്ന് അല്ലെങ്കിൽ ഈ രണ്ട് പുരുഷ സ്ത്രീകളുടെ സംയോജനം അല്ലെങ്കിൽ അവരുടെ ഈ കോശങ്ങൾ, ഈ എന്താ പറയുക പ്രത്യുത്പാദന കോശങ്ങൾ, അത് നമ്മൾ പറയുന്നത് എന്താ പറയുക സ്പേംസ് ആൻഡ് ഓവം, അതായത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ടെസ്റ്റിസിൽ നിന്ന് വരുന്ന പിന്നെ സ്പേമും, അതുപോലെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഫീമെയിൽ ബോഡിക്കകത്ത് വെച്ച് അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തിനകത്ത് വെച്ചാണ് ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. എന്താണ് അവിടെ മൂലത്തിൽ കുത്തി? ഇവന്റെ മൂലത്ത് കുത്തി. ആരാണ് കുത്തിയത്? ഇവനാണ് സാറേ, ഇവനാണ് എന്റെ മൂലത്തിൽ. സാറേ എന്റെ ജീവിതം ഞാൻ ആരും കുത്തിയിട്ടില്ല സാറേ. എന്റെ ബലമായ സംശയം ഇവനായിരിക്കും സാറേ. ഇവ ഇടയ്ക്കിടയ്ക്ക് വിഷ്ണു സ്റ്റാൻഡ് അപ്പ്. ഇവനാണ് സാറേ, ഇവനാണ് മൂലത്തിൽ. ഞാനാ കുത്തിയെ. വാട്ട് ഈസ് റിപ്രൊഡക്ഷൻ? ഇന്നലെ നേഴ്സിന്റെ കണ്ടില്ലേ? നേഴ്സിന്റെ അത് തന്നെ ഫീലേറ്റി പറഞ്ഞാൽ മതി. അറിയാമോ സാർ? അത് കേട്ടിട്ട് ഇങ്ങനെ കുത്തിയിട്ടെ. ഇറങ്ങ പെട്ടെന്ന് ഇറങ്ങ. ആ ബുക്ക് കൂടെ എടുത്തോ. ഇറങ്ങ പോയി അപ്പുറത്തെ റൂമിൽ പോയിട്ട് പഠിച്ചിട്ട് വന്നാൽ മതി. എന്നിട്ടും പറയാൻ മതി. അതൊന്നും തുണ്ടല്ലേ വെറുതെ പറഞ്ഞാലേ. ക്ലാസ് കഴിഞ്ഞ് എണീറ്റ് പോടാ. ഓ ക്ലാസ് കഴിഞ്ഞ.
അപ്പോൾ ഇന്നലെ നമ്മൾ റിപ്രൊഡക്ഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. റിപ്രൊഡക്ഷൻ പ്ലാൻസ് ആദ്യം പഠിച്ചു. ഹ്യൂമൻ ബീങ്സിൽ റിപ്രൊഡക്ഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഇന്നലെ ക്ലാസ് അവസാനിപ്പിച്ചത്. ആ വിഷ്ണു എന്നുള്ള നേരത്തെ ആണല്ലോ, എന്ത് പറ്റി? ബസ് കിട്ടിയില്ല. ബസ് കിട്ടിയില്ല. ഇന്നലെ പഠിച്ചോണ്ട് ഞാൻ പറഞ്ഞൊക്കെ പഠിച്ചായിരുന്നോ? റീപ്രൊഡക്ഷൻ മെയിൽസ് അല്ലേ? ആ ഇന്നലെ പഠിക്കാൻ പറഞ്ഞ പഠിച്ചില്ല. ഒരു കാര്യം ചെയ്യ്, അപ്പുറത്ത് റൂമിൽ പോയിരുന്ന് പഠിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ ഇരുന്ന് ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാക്കണ്ട. അപ്പോൾ ചെല്ലേ. അപ്പോൾ നമുക്ക് റിപ്രൊഡക്ഷൻ പെണ്ണായിരുന്നല്ലേ? ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രണയത്തിന് തുടക്കം. എഴുതി എഴുതി ഞങ്ങളെ ഡെസ്ക് നിറച്ചുകൊണ്ടിരുന്നു. സാർ. ആ എന്താ വിഷ്ണു, കയറിയിരിക്കെ. ഇല്ല സാർ, ഞാൻ അപ്പുറത്ത് വിളിച്ചോളാം. ഏ അപ്പുറത്ത് വിളിച്ചോളാം സാർ. അതെന്താ? എനിക്ക് ഉമ്മാരുടെ കൂട്ടത്തിൽ നിന്ന് പഠിച്ചാൽ ശരിയാവില്ല സാർ. കാര്യം എന്താ? എനിക്ക് A+ എടുക്കണം സാർ. ആ നല്ല തീരുമാനം. അപ്പുറത്ത് പോയത് പഠിച്ചു. ശരി സാർ. ആ അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇയാളെനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. ഇയാൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ട്യൂഷന് വരുന്നത്. വിഷ്ണു വിചാരിച്ചിരുന്നെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എന്നെ കണ്ടുപിടിക്കായിരുന്നു. നീ എന്താ അത് ചെയ്യാത്തെ? ഇവിടെ കണ്ടു അറിഞ്ഞും തൊട്ടും പ്രണയിച്ചിട്ട് പല പ്രണയങ്ങളും ഒരിടത്തും എത്താതെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു സുഖമുണ്ട്. നിൻ്റെ അക്ഷരങ്ങളെ മാത്രം വിശ്വസിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ, ഇതിനൊരു ത്രില്ലുണ്ട്. പക്ഷേ ഫോൺ നമ്പർ കിട്ടിയാൽ കൊള്ളായിരുന്നു കേട്ടോ. നമ്പർ തരാം, പക്ഷേ 2 കണ്ടീഷൻ. 1 മെസ്സേജ് ചെയ്യത്തുള്ളൂ, 2 ഓരോ ദിവസം ഓരോ നമ്പർ. ഇതൊരു ത്രില്ലായിട്ട് ഇരിക്കട്ടെ. ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ ഇയാളെൻ്റെ മുന്നിലുള്ളതുപോലെ. ഞാൻ മുമ്പിലുണ്ടല്ലോ. നീ നല്ല തുണ്ടല്ലോ. അറ്റൻഡൻസ് 1 ആ 2 ആ 9. അതാരാ? സാർ അത് അപ്പുറത്തുനിന്ന് വിഷ്ണുവാ. ആ അവൻ അവിടെയാണെങ്കിൽ അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവിടെയാണ്. നിങ്ങൾ അവനെ കണ്ടു പഠിക്കണം. നോക്കിക്കോ, ഇത്തവണത്തെ A+ അവനായി. അവനല്ല ഇപ്പം തന്നെ വാങ്ങിക്കും. സമയവും പോണില്ല. ലാസ്റ്റ് നമ്പറാണ്. 8 മണിയായതേ ഉള്ളൂ. ഇങ്ങനെ 10 മണിക്കല്ലേ ട്യൂഷൻ വെച്ചുകൂടെ? ഒന്നായി, അവനെ വിളിക്കാം. നമുക്ക് ഒന്ന് നേരിട്ട് കാണണ്ടേ? നീ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തും. ഓടാ ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പോൾ വിളിക്കാമേ. ഹലോ അളിയാ, ട്യൂഷൻ വേണ്ട അളിയാ? അതിന് മണി 1 ഉള്ളൂ. 5 മണിക്കല്ലേ ട്യൂഷൻ? ആണല്ലേ? അപ്പം ശരി അളിയാ, ബൈ. എന്ത് പറ്റി? നീ പറ. ട്യൂഷനോ? ഡാളിയാ, ട്യൂഷൻ വേണ്ടേ? നീ എന്താ റെഡിയാവാത്ത ഇതുവരെ? അല്ലെ 1:30 ഉള്ളൂ. 5 മണിക്കല്ലേ ട്യൂഷൻ? ഇല്ലടിയാ, നേരത്തെ പോകണളിയാ, പഠിക്കണം. നിന്റെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് നല്ല പ്രതീക്ഷ ഉണ്ടളിയാ. നീ ബാളിയാ, നമുക്ക് ഡ്രസ്സ് മാറണ്ടേ? സാർ. എന്ത് പറ്റി? നേരത്തെ ആണല്ലോ ഇന്ന്. അല്ല സാറേ, ഈ പഠിക്കാനൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പം ഞാൻ കരുതി നേരത്തെ വന്ന് പിടിച്ചിട്ട് താമസിച്ചിട്ട് പോകാം. വിഷ്ണു ഇത്തിരി ഉഴപ്പാണ്. ആ നല്ലോണം പഠിക്കുകയാണെങ്കിൽ ഒരു A+ ഒക്കെ കിട്ടും. ആ കയറിയിരിക്കും. അല്ല, ഞാൻ അപ്പുറത്ത് പഠിക്കാം സാർ, അപ്പുറത്ത് പഠിക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ 2 പേരല്ലേ ഉള്ളൂ. കയറിയിരിക്കേ. നമ്പർ
നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കെമിസ്ട്രി നോക്കാം. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ്. വിഷ്ണു അപ്പോൾ നമുക്കിത് വാട്ടർ ഐസോ വിഷ്ണു സാർ ഇവിടെ ഇവിടെ ആറ്റംസ് സാറേ എനിക്ക് വേറെ സാർ വേറെ എന്താ സാർ എനിക്ക് വേറെ സാർ വീട്ടിൽ പോകണം സാർ. എന്ത് പറ്റി? സാറേ ചുമ്മാണ് പോയിട്ട് പെട്ടെന്ന് വരാം സാർ. പൊക്കോട്ടെ സാർ. എന്നാൽ ശരി പോയിട്ടോ. സാർ ഞാൻ പോയി വൈകിട്ട് 5 മണിക്ക് വന്നാൽ മതിയോ? അതിൻ്റെ ആവശ്യമില്ല, അവിടെ ഇരിക്കും. അയാൾക്കല്ലേ പ്രശ്നം, അയാൾ പോയിട്ട്. അപ്പോൾ ഐസോടോപ്സ് ആൻഡ് ഐസോബാർസ്. ഐസോടോപ്സ് ലാസ്റ്റ് നമ്പറാണ് 8. ഹലോ ഹലോ ആരാ? ഹലോ ഞാനാണ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് അവളെ കുറിച്ച് എന്തറിയാം? അളിയ ഞാൻ വിളിക്കാം. പിന്നെ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും അവൾ മറുപടി എന്നില്ല. ഒരുപാട് ദിവസം അവളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു ഞാൻ. ഈ മെസ്സേജ് നീ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ 5 നമ്പർ എഴുതിയത് ഞാനാണ്. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എല്ലാവരും കൂടി എന്നെ കളിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എന്തായാലും എനിക്ക് നിന്നെ കാണണം. കാണണം. ഇങ്ങനെയൊക്കെയാണ് അളിയാ സംഭവം നടന്നത്. അതിന് അങ്ങനെ ഒരു പെണ്ണ് ക്ലാസ്സിലുണ്ടായിരുന്നോ? ഉണ്ടളിയാ, ഇല്ലാതെ എവിടെ പോവാൻ. വാ നമുക്ക് പോയി നോക്കാം. രണ്ടുപേരും നിൽക്കുന്ന അളിയവരായിരിക്കും. വിഷ്ണുവിന് മനസ്സിലായോ ഞങ്ങളിൽ ആരാണ് വിഷ്ണുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടിയെന്ന്? അതൊരിക്കലും നീയല്ല. കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്കും സംസാരിക്കാൻ പറ്റത്തില്ല. വിഷ്ണു പറഞ്ഞത് ശരിയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്കും സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവൾക്കും സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയാണ്. വിഷ്ണുവിനെ ഞാൻ ചതിച്ചായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാവരും എന്നെ സെൻറ്റിമെൻറ്റ്സോട് മാത്രം നോക്കിയപ്പോൾ എൻ്റെ അക്ഷരങ്ങളെ മാത്രം വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. ആ റൂമിനകത്തിരുന്ന് ഒറ്റയ്ക്ക് ഒരുപാട് ദിവസം കരഞ്ഞിട്ടുണ്ട്. എനിക്ക് വിഷ്ണുവിനെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ കൂടെ കാണണം. നീ വന്നേ. നീ ഇതെന്ത് കണ്ടിട്ടാ ഇതിന് ഏറ്റെടുക്കാൻ പോവുകയാണോ? ഇവിടെ കണ്ണും മൂക്കും വയറുള്ളതിനെ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നീ ഇവിടെ എന്ത് കാണിക്കാനാ? നീ വന്നേ. എടാ നിനക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ഇങ്ങോട്ട് വന്നേ. അളിയാ നീ പൊക്കോ. നീ അങ്ങോട്ട്. ഞാൻ വന്നേക്കളിയാ, നീ പൊക്കോ. എടാ എനിക്കധികം സൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞൂടാ. എനിക്കറിയാവുന്ന സൈൻ ലാംഗ്വേജ് ഐ ലവ് യു എന്നാണ്. ഇയാളെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.